നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകും. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കോട്ടയത്തും കുറവ് സ്ഥാനാർത്ഥികൾ ആലത്തൂരിലുമാണ് നിലവിലുള്ളത്. കോട്ടയത്ത് നിലവിൽ 14 പേരും ആലത്തൂരിൽ 5 പേരുമാണ് മത്സര രംഗത്തുള്ളത്. ഇന്ന് വൈകുന്നേരം 3 മണിവരെയാണ് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലായി 204 സ്ഥാനാർത്ഥികളാണ് നിലവിലുള്ളത്. മുമ്പ് നടത്തിയ സൂക്ഷ്മ പരിശോധനയിൽ 86 പേരുടെ പത്രികകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരുന്നു. അപരന്മാരുടെ പത്രികകൾ പിൻവലിക്കാൻ മുന്നണികൾ ശ്രമം തുടരുന്നുണ്ട്. ആകെ 290 സ്ഥാനാർത്ഥികളാണ് ആദ്യം പത്രികകൾ നൽകിയിരുന്നത്. 14 പേരുമായി കോട്ടയമാണ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത്. കോഴിക്കോടും തിരുവനന്തപുരവുമാണ് 2-ാമത്. 2 മണ്ഡലത്തിലും 13 പേർ മത്സര രംഗത്തുണ്ട്. കണ്ണൂരും ചാലക്കുടിയിലും കൊല്ലത്തും 12 പേരും ആലപ്പുഴ, പാലക്കാട്, വടകര മണ്ഡലങ്ങളിൽ 11 പേരും മത്സരിക്കുന്നു. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളുള്ളത് ആലത്തൂരാണ്. ആകെ 5 പേർ മാത്രമാണ് ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതോടെ മത്സരരംഗം കൂടുതൽ ചൂടുപിടിക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.